അക്ഷരാർത്ഥത്തിൽ ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുമെന്ന് പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മൂന്നാം മോദി സർക്കാരും അതിലേറെ മോദിയും. കഴിഞ്ഞ 10 വർഷമായി അധികാരഗർവ് കൊണ്ട് സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ RSS നയം നടനമാടുകയായിരുന്നു. RSSും BJPയും അല്ലാത്തവരെ രാജ്യദ്രോഹികളും രണ്ടാം പൗരന്മാരുമായി കാണുന്ന ഒരു സർക്കാർ തന്നെയായിരുന്നു മോദി സർക്കാർ. അങ്ങനെ ഇരിക്കെയാണ് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന മോഹവുമായി ഇറങ്ങിയ BJP കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാതെ 200-നടുത്ത് ഒതുങ്ങിയത്. ഇതോടെ ആദ്യത്തെ 10 വർഷം പുലിയായിരുന്ന മോദി ഇപ്പോൾ എലിയെ പോലെ ചുരുണ്ടുകൂടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭരണത്തിൽ അവരെ സഹായിക്കുന്ന ഘടകകക്ഷികളുടെ വെല്ലുവിളി. വഖഫ് ഭേദഗതി ബില്ലിനെ തെലുഗുദേശം പാർട്ടിയും ജനതാദളും എതിർക്കുമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കി. വഖഫ് ബില്ലിനെ എതിർക്കുമെന്ന് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും ഉറപ്പു നൽകിയെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അധ്യക്ഷൻ ഖാലിദ് സെയ്ഫുള്ള റഹ്മാനി പറഞ്ഞു. ഇതിൽ മോദിക്കോ BJPക്കോ ഒന്നും പ്രതികരിക്കാനാവാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. എന്തായാലും ഇവരെ പിണക്കാതെ മുന്നോട്ടു പോകാൻ BJP നിർബന്ധിതരാവുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ബില്ല് പാസാക്കുന്നതിൽ TDPയെയും JDUവിന്റെയും നിലപാട് നിർണായകമാണ്. ഇരു പാർട്ടികളുടെയും നേതാക്കളുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡും വിവിധ മുസ്ലിം സംഘടനകളും ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾക്കൊടുവിലാണ് ബില്ലിനെ അനുകൂലിക്കുന്നില്ലെന്ന് രണ്ടു പാർട്ടികളും ഇവർക്ക് ഉറപ്പുകൊടുത്തിരുന്നത്. ഇതിനൊപ്പം തന്നെ ബില്ലിനെ അനുകൂലിക്കരുതെന്ന് NDAയിലെ ഘടകകക്ഷികളെയും പ്രതിപക്ഷ പാർട്ടികളെയും അറിയിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചു. നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം ബില്ലിനെ എതിർക്കുമെന്നും ഒരു തരത്തിലും ഇത് പാസാക്കാൻ അനുവദിക്കില്ല എന്നും ഞങ്ങൾക്ക് ഉറപ്പു തന്നിരുന്നു എന്നും ഇവർ വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി വ്യക്തി നിയമ ബോർഡും വിവിധ സംഘടനകളും ചർച്ച നടത്തുന്നുണ്ട്. RJD, ശിവസേന, DMK പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തിയതായും അവർ ബില്ലിനെ അനുകൂലിക്കില്ലെന്നും എതിർക്കുമെന്ന് ഉറപ്പു നൽകിയതായും സംഘടന അറിയിച്ചു. അടുത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കാണാൻ ബോർഡ് അംഗങ്ങൾ തീരുമാനിച്ചതായും ഇവർ വ്യക്തമാക്കി. ബില്ലിനെതിരെ സഭയിൽ കനത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചിരുന്നു. ഇന്നലെ നടന്ന JPCയുടെ ആദ്യ യോഗത്തിൽ TDPയും JDUവും ബില്ലിനെപ്പറ്റി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുഖവിലക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് പറയാതെ വയ്യ.